അതേസമയം US-ഇറാൻ വിഷയത്തിൽ പ്രതികരണവുമായി ഖത്തർ. ഏത് തരത്തിലുള്ള സൈനിക നടപടിയും പശ്ചിമേഷ്യൻ മേഖലയിൽ ദുരന്തപൂർണമായ ആഘാതമുണ്ടാക്കുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഈ പശ്ചിമേഷ്യ ഒരു യുദ്ധഭീതിയിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് അവസാനിക്കുന്ന കാര്യത്തിൽ അത് ഇപ്പോൾ ഗസയിലൊക്കെ കണ്ടതുപോലെ ഇതിങ്ങനെ അനിശ്ചിതമായി നീളുകയാണ് ചെയ്യുക. ഖത്തറിന്റെ ആശങ്ക എന്താണ്? എങ്ങനെയാണ് അവർ ആശങ്ക പ്രകടിപ്പിച്ചത്? ജീന, ഇന്ന് ദോഹയിൽ നടത്തിയ പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരിയാണ് യുഎസിൻ്റെയും അതുപോലെ ഇറാൻ്റെയും ഇടയിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് രാജ്യത്തിൻ്റെ നയങ്ങൾ വിശദീകരിച്ചത്. പ്രധാനമായിട്ടും അദ്ദേഹം 3 കാര്യങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നടപടി അത് ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ വളരെ ദുരന്തപൂർണമായ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. രണ്ടാമത്, ഈ സംഘർഷങ്ങൾ ഡീഎസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാജ്യത്തിൻ്റെ ശ്രമങ്ങൾ, ഖത്തറിൻ്റെ ശ്രമങ്ങൾ, നയതന്ത്ര ശ്രമങ്ങൾ ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്, അദ്ദേഹം ഗസയെക്കുറിച്ച് കൂടി ഈ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഒന്നാമത്തെ ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ സൈനിക നടപടിക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. നമുക്കറിയാവുന്ന പോലെ തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വളരെ ദീർഘകാലമായുള്ളതാണ്. അത് GCC രാഷ്ട്രങ്ങളെ കൂടി ബാധിച്ചതാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ളൊരു സൈനിക നടപടി ഉണ്ടാകുന്ന പക്ഷം അത് മേഖലയിലെ തന്നെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് വളരെ ദുരന്തപൂർണമായ ആഘാതങ്ങൾ ഉണ്ടാക്കും, ഇവിടുത്തെ ജീവിതങ്ങൾക്ക് മേൽ കൂടി വളരെ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അദ്ദേഹം മാജിദ് അൽ അൻസാരി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഈ എസ്കലേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഖത്തർ അതിൻ്റെ നയതന്ത്ര ശക്തി ഉപയോഗിച്ച് സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്കാര്യത്തിൽ ഒമാൻ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഖത്തറിൻ്റെ റോൾ മധ്യസ്ഥ ശ്രമങ്ങളിൽ ലോകത്തുടനീളം ഖത്തറിൻ്റെ ശ്രമങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്, എടുത്തു കാണേണ്ടതാണ്. ഒമാൻ്റെ ഈ വിഷയത്തിൽ ഒമാനും നടത്തിയ ശ്രമങ്ങളെ ഖത്തർ ഈയിടെ അഭിനന്ദിച്ചിരുന്നു. എന്ന് മാത്രമല്ല, യുഎസുമായി ഈ രാജ്യം ഖത്തർ പുലർത്തുന്ന ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു പ്രധാനമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ യുഎസിൻ്റെ പക്കൽ ഖത്തറിന് ഒരു വോയിസ് ഉണ്ട്, ഒരു സേ ഉണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ഈ ഖത്തർ നടത്തുന്ന ഈ മധ്യസ്ഥ ശ്രമങ്ങൾ തീർച്ചയായിട്ടും അത് ഫലം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു നാറ്റോ ഇതര സഖ്യരാഷ്ട്രം എന്ന നിലക്ക് ഖത്തറിൻ്റെ യുഎസുമായുള്ള ബന്ധം ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ വിഷയത്തിൽ സംഘർഷത്തിൽ ഒരു വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഖത്തർ നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രകാരം വാഷിങ്ടണുമായും അതുപോലെ ടെഹ്റാനുമായും ഖത്തർ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തിപ്പോരുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ്. ഏതായാലും വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു എസ്കലേഷൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയിൽ ദുരന്തപൂർണമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ് മാജിദ് അൽ അൻസാരി ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ വിശദീകരിച്ചത്. ജീന. ശരി അബ്ബാസ്, ഏതായാലും US-ഇറാൻ വിഷയത്തിൽ പ്രതികരണമായി ഖത്തർ രംഗത്തെത്തി ഏത് തരത്തിലുള്ള സൈനിക നടപടിയും പശ്ചിമേഷ്യ മേഖലയിൽ ദുരന്തപൂർണമായ ആഘാതമുണ്ടാക്കും, അതുകൊണ്ട് ചർച്ച ചെയ്ത് വിഷയം പരിഹരിക്കണമെന്നാണ് ഖത്തർ പറയുന്നത്. വിശദാംശങ്ങളാണ് ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് നൽകിയത്. കൊടുങ്കാറ്റും കെട്ടിടം തകർന്ന് മതിശൈത്യം മൂലവും 8 ഫലസ്തീനികൾ മരിച്ചു. തണുത്ത താപനില കാരണമാണ് ഒരു കുഞ്ഞുൾപ്പെടെ 4 പേർ മരിച്ചതെന്ന് ഗസയിലെ സിവിൽ ഡിഫൻസ് വക്താവ് അറിയിച്ചു. ഗസ സിറ്റിയിൽ കെട്ടിടം തകർന്ന 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ 3 പേര് മരിച്ചു. ദുർബലമായ ടെന്റുകൾ കെട്ടിയുണ്ടാക്കിയ കൂടാരങ്ങളിൽ കഴിയുന്ന 10,000-കണക്കിന് ആളുകൾ വലിയ ദുരിതത്തിലാണ്. ആവശ്യമായ മാനുഷിക സഹായവും അഭയകേന്ദ്രങ്ങളിലേക്കുള്ള പ്രധാന സാധനങ്ങളും ഇസ്രായേൽ തടയുകയാണ്. ഗസയ്ക്ക് ആശ്വാസം നൽകുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെടുന്നത് ഖേദകരമാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം 2ാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നടപടികൾ തുടരുന്നതായി മധ്യസ്ഥ രാജ്യമായ ഖത്തറും അറിയിച്ചു. MC നാസറുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഈ ഗസയിലെ ദുരിതപൂർണമായ ഒരു സാഹചര്യം അത് പറഞ്ഞറിയിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭാഗത്ത് യുദ്ധക്കെടുതിയിൽ ഉണ്ടാവുന്ന ദുരിതം, അതിൽപ്പെട്ട് ജനങ്ങളിങ്ങനെ വലയുന്നതിനിടയിലാണ് അതിശൈത്യവും. എന്താണ് സാഹചര്യം? വിവരങ്ങൾ എങ്ങനെയാണ്?
ജീന, ഈ പ്രകൃതിക്ഷോഭം മൂലം വലിയ തോതിലുള്ള ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഈ യുദ്ധാനന്തര ഗസ മാറിയിരിക്കുന്നത്. കാരണം 2 വർഷത്തോളധികം നീണ്ട യുദ്ധം അതിൻ്റെ ഒരു പ്രകമ്പനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മാറുന്നതിന് മുമ്പാണ് ഇടവിട്ട് പിന്നെ വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം, കൊടുങ്കാറ്റും പേമാരിയും അതോടൊപ്പം തന്നെ കൊടും ശൈത്യവും, ഇത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഈ വെടിനിർത്തലിൻ്റെ മറവിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ തന്നെയാണ്. കാരണം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒരു താൽക്കാലിക ടെന്റുകളുടെ ഒരു സാന്ത്വനം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞുകൂടേണ്ടി വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങളെയാണ്. അടിഞ്ഞ കെട്ടിടങ്ങൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ തകരാൻ കിടക്കുന്ന കെട്ടിടങ്ങൾ മറുഭാഗത്ത്. ഇതൊന്നും ഒരു നീക്കം ചെയ്യാനോ ഈ അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ഒരു ശ്രമങ്ങൾ പോലും ഈ യുദ്ധാനന്തര ഒരു അവസ്ഥയിൽ പോലും, ഈ വെടിനിർത്തലിൻ്റെ അവസ്ഥയിൽ പോലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് മൂലം നടന്നിട്ടില്ല. അതുമാത്രമല്ല, കൂടുതൽ സഹായങ്ങൾ എത്തിക്കാൻ വൈദ്യമേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് രംഗങ്ങളിലും അത് എത്തിക്കണമെന്ന നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന ഉണ്ടായിട്ടും അതും അംഗീകരിച്ചിട്ടില്ല. റഫ അതിർത്തി തുറക്കണമെന്ന പിന്നെ വളരെ കൃത്യമായി തന്നെ ഈ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞിരുന്നു. അതും പൂവണിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതൊക്കെയാണ് ഇപ്പോൾ ഈ 8 പേർ കൊല്ലപ്പെട്ടു എന്നത്. അവരെയും പിന്നെ ഒരു ആയുധങ്ങൾ ഇല്ല എങ്കിൽ പോലും ആ കൊലയും ശരിയായിട്ടുള്ള ഒരു വംശഹത്യയുടെ ഭാഗമായിട്ടാണെന്ന് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഈ അവസ്ഥയിൽ പിന്നെ പലസ്തീനികളെ ഗുരുതരമായിട്ടുള്ള ഒരു പിന്നെ ഈ ഗസ പ്രദേശം ജീവിതയോഗ്യമല്ല എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ഗസയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഗസ ജനതയ്ക്ക് പിന്നെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ടുള്ള സമീപനമെന്നാണ് ഹമാസ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിലും വ്യക്തമാക്കുന്നത്. അതേസമയം 2ാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുവെന്നാണ് ഖത്തറും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്ത്, തുർക്കി എന്നിവയും വ്യക്തമാക്കിയിരിക്കുന്നതും. ജീന, അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2ാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതാണ്. അക്കാര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്? 1ാം ഘട്ട വെടിനിർത്തലിന്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഗസ ജനതയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ 2ാം ഘട്ട വെടിനിർത്തൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? അത്തരത്തിലുള്ള ചർച്ചകൾ എങ്ങനെയാണ്? ഈ 2ാം ഘട്ട വെടിനിർത്തലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് ഇടക്കാല ഭരണസമിതിക്ക് രൂപം നൽകുക എന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങൾ തുർക്കിയും ഈജിപ്തും ഖത്തറും നിരന്തരമായിട്ട് ഇപ്പോൾ ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ ഗസ ഭരണം കൈമാറാനുള്ള സന്നദ്ധത നേരത്തെ തന്നെ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഇനി ഇത് ആർക്ക് ഭരണം കൈമാറും എന്നത് സംബന്ധിച്ചാണ് ഒരു പ്രായോഗികമായിട്ടുള്ള സംവിധാനം ഉണ്ടാകേണ്ടത്. നേരത്തെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയിൽ വ്യക്തമാക്കിയത് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സമിതിക്ക് രൂപം നൽകുമെന്നായിരുന്നു. ആ സമിതി പൂർണ്ണമായിട്ടും പലസ്തീനികളുടേത് മാത്രമായിരിക്കണം. ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ആ സമിതിക്ക് രൂപം നൽകുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ. അതിനുവേണ്ടി 1-2 ദിവസത്തിനുള്ളിൽ കെയ്റോയിൽ യോഗം ചേരും. ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദ്, മറ്റ് ഫലസ്തീൻ സംഘങ്ങളും ആ ചർച്ചയിലും മീറ്റിങ്ങിലും പങ്കെടുക്കും. അവരിലൂടെ ഒരു ധാരണ രൂപപ്പെടുത്തുകയും അതിന് ഇസ്രായേലും അമേരിക്കയും കയ്യൊപ്പ് ചാർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടക്കാല ഭരണസമിതി എളുപ്പത്തിൽ നിലവിൽ വരും. തുടർന്നായിരിക്കും ഗസയിലേക്കുള്ള ഈ അന്താരാഷ്ട്ര സൈന്യത്തിന്റെ വിന്യാസം, അതോടൊപ്പം തന്നെ ഗസയിലെ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ളവ ചർച്ചയ്ക്കെടുക്കുക. എന്തായാലും ഒരുപക്ഷെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇപ്പോൾ വെനിസ്വേല സംഭവ വികാസങ്ങളും ഇറാൻ സംഭവ വികാസങ്ങളും ഒക്കെ രൂപപ്പെട്ടതോടുകൂടി അമേരിക്കയുടെ പ്രധാന അജണ്ടയിൽ ഇപ്പോൾ ഗസ വരുന്നില്ല. നേരെ മറിച്ച് അവരുടെ താല്പര്യം മറ്റ് മേഖലകളിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് മധ്യസ്ഥ രാജ്യങ്ങളുടെ ഒരു താല്പര്യമുണ്ട് എങ്കിൽ പോലും ഇതിന്റെ തുടർ നടപടികൾ മുന്നോട്ട് നീക്കണമെങ്കിൽ അമേരിക്ക പിന്നെ ഒരു തീരുമാനം കൈക്കൊള്ളണം. ആ തീരുമാനം ഇസ്രായേലുമായി ചേർന്ന് എപ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും അവ്യക്തത തുടരുകയാണ്. ജീന, ശരി നാസർ. ഏതായാലും ഗസയിലെ കാലാവസ്ഥാ കെടുതിൽ ഇതുവരെ 8 മരണമാണ് സ്ഥിരീകരിച്ചത്. നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. സുരക്ഷാ മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സംഗമവേദിയായി മാറി ദുബായിൽ നടക്കുന്ന ഇന്റർസെക് എക്സിബിഷൻ. അഗ്നിശമന ഡ്രോണുകളും AI ക്യാമറകളുമാണ് ഇത്തവണ പ്രദർശനത്തിലെ ശ്രദ്ധാകേന്ദ്രം. ദുബായ് തുറമുഖ അതിർത്തി സുരക്ഷാ കൌൺസിൽ ചെയർമാൻ ഷൈഖ് മൻസൂർ ബിൻ മുഹമ്മദ് അൽ മക്തൂം മേള ഉദ്ഘാടനം ചെയ്തു. സുരക്ഷാ പ്രതിരോധ മേഖലയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനമായ ഇന്റർസെക്കിന്റെ 17ാമത് എഡിഷന് ദുബായിൽ തുടക്കമായി. സൈബർ സുരക്ഷ, ഫയർ ആൻഡ് റെസ്ക്യൂ, ഹോംലാൻഡ് സെക്യൂരിറ്റി, കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റി, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായാണ് പ്രദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. 60-ലധികം രാജ്യങ്ങളിൽ നിന്നായി 1200-ലേറെ സന്ദർശകരാണ് ഇത്തവണ ഇന്റർസെക്കിൽ അണിനിരക്കുന്നത്.
എയർപോർട്ടുകളിൽ തീയണക്കാൻ ഉപയോഗിക്കുന്ന നാഫ്കോ നിർമ്മിച്ച ഒരു ഫയർ ഫൈറ്റിംഗ് വെഹിക്കിളാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്ത് തന്നെ പ്രമുഖ ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന കമ്പനിയാണ് നാഫ്കോ. നാഫ്കോയുടെ സഹകരണത്തോടു കൂടിയാണ് ദുബായിൽ ഇന്റർസെക് നടക്കുന്നത്. 50,000-ലധികം സന്ദർശകർ 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ മേളയിൽ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. സുരക്ഷാ രംഗത്തെ ആഗോള വിദഗ്ധർ പങ്കെടുക്കുന്ന വിവിധ സെമിനാറുകളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഇന്റർസെക്സ് ഓഫ് കോഴ്സ് CCTV സർവൈലൻസ് മേഖലയിൽ ഒരു ആൾക്കാർ അറിയപ്പെടുന്ന ഒരു ഷോ ആണ്. അപ്പോൾ അതുമായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന മേഖലകളിൽ CCTV ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, IT പ്രൊഫഷണലുകൾ എല്ലാവരും ഇവിടെ വരും. ഇതെല്ലാം ഒന്നിനോടൊന്ന് യോജിച്ച് നിൽക്കുന്ന ഒരു ടെക്നോളജിയാണ്. എംപ്ലോയർ ഒരു ഡയറക്റ്റാണ് ചെയ്യുന്നത്. എല്ലാതും A to Z ഫയർ എക്സ്റ്റിങ്ക്വിഷൻ, അതേപോലെ തന്നെ നമ്മൾ CCTV വീടിൻ്റെ എല്ലാ ആവശ്യങ്ങളും കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഒരു ഡെമോ ഒക്കെ ചെയ്താണ്ട് അടിപൊളി പരിപാടിയാണ്. ദുബായ് സിവിൽ ഡിഫൻസ്, സിറ തുടങ്ങിയ സർക്കാർ ഏജൻസികളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ദുബായ് സിവിൽ ഡിഫൻസിന്റെ താരമായ ഷഹീൻ ഡ്രോൺ ആണ് എൻ്റെ പുറകിൽ കാണുന്നത്. ദുബായിൽ മുൻപ് തീപിടുത്തമൊക്കെ നടന്ന സമയത്ത് ഈ ഡ്രോൺ എത്രത്തോളം ദുബായ് സിവിൽ ഡിഫൻസിനെയും ദുബായിലെ ആളുകളുടെ ജീവൻ രക്ഷിക്കാനും സഹായകരമായി എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഈ കാണുന്നത്, ഷഹീൻ ഡ്രോൺ 2. There is a tank with water and foam. The tank carries 600 liters. And here we have a charging box. We can charge the single battery. We can charge it in 10 minutes. ഷഹീൻ 2-ലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി പവർഫുൾ ആണ് ഈ ഡ്രോൺ എന്നാണ് പറയുന്നത്. ഇതിൽ ഈ ഒരു ഡ്രോണിന് 60 നിലകളിലായി ഏതാണ്ട് 200 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച് തീ അണക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു ഡ്രോണിനുണ്ട്. സുരക്ഷാ മേഖലയിലെ മാറ്റങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും നേരിട്ട് മനസ്സിലാക്കാൻ സന്ദർശകർക്കും പ്രൊഫഷണലുകൾക്കും അവസരമൊരുക്കുന്നതാണ് മേള. ദുബൈയിൽ നിന്ന് യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പെരാവൂർ, മീഡിയ 1. സൗദിയുടെ വടക്ക് കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ശാന്തമായ പൊടിക്കാറ്റ്. അൽജഫ്, തുറൈഫ് തുടങ്ങിയ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വടക്ക് കിഴക്കൻ പ്രവിശ്യകളിലാണ് ഇന്ന് പുലർച്ചെ മുതൽ പൊടിക്കാറ്റെത്തിയത്. വൈകുന്നേരം വരെ പൊടിക്കാറ്റ് വിവിധയിടങ്ങളിൽ തുടർന്നു. പലയിടത്തും പൊടിക്കാറ്റിനെ തുടർന്ന് ദൂരക്കാഴ്ച തീരെ ഇല്ലാതായി. ഹൈവേകളിൽ ഡ്രൈവിംഗ് ചെയ്യുന്നവർ നന്നേ പ്രയാസപ്പെട്ടു. ഹഫറുൽ ബാത്തിൻ, ഖഫ്ജി, റഫ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അൽജൗഫിലും വടക്കൻ മേഖലയുടെ ചില ഭാഗങ്ങളിലും പൊടിക്കാറ്റ് ശക്തമായി ബാധിച്ചു. വരും മണിക്കൂറുകളിലും ഇത് തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. അസീർ, മക്ക, ജീസാൻ, റിയാദ് എന്നിവിടങ്ങളിലും പൊടിക്കാറ്റ് കൂടിയും കുറഞ്ഞുമെത്തി. കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ കടുത്ത ജാഗ്രത പാലിക്കാൻ സിവിൽ ഡിഫൻസ് വിഭാഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് ഇനി റോഡ് ടോൾ സംവിധാനമായ സാലിക് വഴി ഈടാക്കും. ഈ മാസം 22 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരും. പാർക്കിംഗ് ഫീസ് അടയ്ക്കാൻ വിമാനത്താവളത്തിൽ ക്യൂ നിൽക്കേണ്ടതില്ല എന്നതാണ് സൗകര്യം. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 1, 2, 3 മെഗാ കാർഗോ എന്നീ ടെർമിനലുകളിലെ 7400 പാർക്കിംഗ് കേന്ദ്രങ്ങളിലെ ഫീസാണ് ഇനി മുതൽ റോഡ് ചുങ്കം സംവിധാനമായ സാലിക്കിന്റെ ഇ വാലറ്റിൽ നിന്ന് ഈടാക്കുക. ഇത് സംബന്ധിച്ച കരാറിൽ ദുബായ് വിമാനത്താവളം അധികൃതരും സാലിക് അധികൃതരും ഒപ്പുവെച്ചു. 10 വർഷത്തേക്കാണ് കരാർ. ദുബായ് സിവിൽ ഏവിയേഷൻ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തും സാലിക് ഡയറക്ടർ ബോർഡ് ചെയർമാൻ മത്താർ അൽ തായർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. UAE-യിലെ 47 ലക്ഷത്തോളം വാഹനങ്ങളിൽ റോഡ് ടോൾ ഈടാക്കാനുള്ള സാലിക് ടാഗുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. റോഡ് ടോൾ അടയ്ക്കാനായി ചാർജ് ചെയ്യുന്ന ഈ ടാഗിലെ തുകയിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതാണ് സാലിക് ഇ വാലറ്റ്. UAE-യിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിലും മാളുകളിലും ഈ രീതിയിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന സംവിധാനം നിലവിലുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബൈയിൽ പാർക്കിംഗ് ഫീസ് അടയ്ക്കാൻ വേണ്ടിവരുന്ന സമയവും കാത്തുനിൽപ്പും ഒഴിവാക്കാൻ പുതിയ സംവിധാനത്തിലൂടെ കഴിയും. മീഡിയ 1, ദുബായ്. ദുബായിൽ സ്കൂൾ ബസ് പൂളിംഗ് സംവിധാനം വരുന്നു. ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ഒന്നിച്ച് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ബസ് സർവീസാണിത്. ഈ വർഷം ആദ്യപാദത്തിൽ സർവീസിന് തുടക്കമാകും. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്കൂൾ ബസ് പൂളിംഗ് ആരംഭിക്കുന്നത്. അടിസ്ഥാനപരമായി ഇത് സ്കൂൾ ബസ് ഷെയറിംഗ് സംവിധാനമാണ്. നിലവിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവിടാനും വിവിധ സ്കൂളുകൾ ഏർപ്പെടുത്തുന്ന നിരവധി ബസ്സുകളാണ് താമസ മേഖലകളിലേക്ക് എത്തുന്നത്. ഇതിനു പകരം ഒരേ മേഖലയിലെ പല സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ
ഒരുമിച്ച് ബസ്സിൽ കൊണ്ടുപോകുന്ന സംവിധാനമാണ് സ്കൂൾ ബസ് പൂളിംഗ്. വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ഓരോ സ്കൂളിൻ്റെയും ബസ്സുകൾ റോഡിലിറങ്ങി ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നത് ഇതിലൂടെ ഒഴിവാക്കാനാകും. നിരത്തിലിറങ്ങുന്ന സ്കൂൾ ബസ്സുകളുടെ എണ്ണം മാത്രമല്ല, വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ എത്തുന്ന സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണവും കുറയ്ക്കാൻ അധികൃതർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. യാങ്കോ ഗ്രൂപ്പ്, അർബൻ എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് എന്നിവയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുക. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ കമ്പനികൾ ഒപ്പുവെച്ചു. മീഡിയ 1, ദുബായ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ മക്കൾക്ക് വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപിച്ച് ഖത്തർ. സൗജന്യമായോ നിരക്കിളവിലോ നടപ്പാക്കുന്ന പദ്ധതിയിലേക്ക് പ്രവാസികൾക്കും അപേക്ഷിക്കാം. ഇതിന്റെ ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ ജനുവരി 20 ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ സ്കൂളുകളുടെയും കിൻഡർ ഗാർട്ടനുകളുടെയും സാമൂഹിക ഉത്തരവാദിത്ത പദ്ധതിയുടെ ഭാഗമായാണ് മന്ത്രാലയം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ പദ്ധതി. വിവിധ സ്വകാര്യ സ്കൂളുകളിൽ സൗജന്യവും നിരക്കിളവ് ലഭിക്കുന്നതുമായ ആകെ 3500 സീറ്റുകളാണ് പദ്ധതിക്ക് കീഴിലുള്ളത്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗ്രാജുവേഷൻ കഴിയുന്നതുവരെ ഈ ആനുകൂല്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. പൂർണ്ണമായും സൗജന്യമായ സീറ്റുകൾ, നിരക്കിളവ് ലഭിക്കുന്ന സീറ്റുകൾ, ഭിന്നശേഷി സൗജന്യ സീറ്റുകൾ, ഖത്തറി വിദ്യാർത്ഥികൾക്കായുള്ള എഡ്യൂക്കേഷൻ വൗച്ചർ സീറ്റുകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി അർഹരായ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ സൗജന്യ ഈവനിംഗ് പ്രോഗ്രാമുകളും ലഭ്യമാണ്. പ്രവാസികൾക്കടക്കം എല്ലാ രാജ്യക്കാർക്കും സീറ്റിനായി അപേക്ഷിക്കാം. സൗജന്യ സീറ്റിന് അപേക്ഷിക്കുന്ന കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം 10,000 ഖത്തർ റിയാലിൽ കൂടരുത്. നിരക്കിളവുള്ള സീറ്റുകളിൽ കുടുംബത്തിന്റെ മാസവരുമാനം 15,000 റിയാലിൽ താഴെയായിരിക്കണം. വൗച്ചർ സീറ്റുകൾക്കുള്ള ഖത്തറി വിദ്യാർത്ഥികളുടെ കുടുംബ വരുമാനം 25,000 റിയാലിൽ കവിയരുത്. ബ്രിട്ടീഷ്, ഇന്ത്യൻ, അമേരിക്കൻ നാഷണൽ കരിക്കുലങ്ങൾ പിന്തുടരുന്ന സ്കൂളുകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മീഡിയ 1, ദോഹ. വിന്റർ ഷെഡ്യൂളിന്റെ ഭാഗമായി നിർത്തിവച്ചിരുന്ന കുവൈത്ത് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കുന്നു. മാർച്ച് 1 മുതൽ സർവീസ് വീണ്ടും ആരംഭിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഞായർ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായി ആഴ്ചയിൽ 3 സർവീസുകൾ ഉണ്ടായിരിക്കും. കോഴിക്കോടിനൊപ്പം നിർത്തിവച്ചിരുന്ന കുവൈത്ത് കണ്ണൂർ സർവീസ് പുനരാരംഭിക്കുന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. ഒക്ടോബർ മുതൽ വിന്റർ ഷെഡ്യൂൾ പ്രകാരമാണ് കോഴിക്കോട് കണ്ണൂർ റൂട്ടുകൾ താൽക്കാലികമായി നിർത്തിവച്ചത്. ഒമാനിലേക്ക് മദ്യം കടത്തിയതിന് 8 പ്രവാസികൾ അറസ്റ്റിലായി. 3 ബോട്ടുകളിലായി അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 2 ഏഷ്യൻ പൗരന്മാരടക്കം 8 പേർ മുസന്തമിൽ പിടിയിലായത്. ബോട്ടുകൾ മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ കോസ്റ്റ് ഗാർഡ് സംഘം തടയുകയായിരുന്നു. ലഹരി വസ്തുക്കളുമായി കുവൈത്തിലേക്ക് എത്തിയ ഇന്ത്യക്കാരുൾപ്പെടെ 2 പേർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടിയിലായി. ടെർമിനൽ 1, ടെർമിനൽ 4 എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ടെർമിനൽ 1-ൽ എത്തിയ വീട്ടുജോലിക്കാരിൽ നിന്ന് 1 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ടെർമിനൽ 4-ൽ ഡൽഹിയിൽ നിന്ന് എത്തിയ ഇന്ത്യൻ യാത്രക്കാരിൽ നിന്ന് 226 ഗ്രാം ഹാഷിഷ് കണ്ടെത്തി. 2 കേസുകളിലും നിയമ നടപടികൾ സ്വീകരിച്ചതായി കസ്റ്റംസ് അറിയിച്ചു. ബാഗുകളിലും കവറുകളിലും ദൈവനാമങ്ങൾ അച്ചടിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി സൗദി അറേബ്യ. സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. പൊതുസ്ഥാപനങ്ങൾക്ക് പേരിടുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങൾ നൽകുന്ന ക്യാരി ബാഗുകൾ, കവറുകൾ, പാർക്കിംഗ് സാമഗ്രികൾ, റാപ്പറുകൾ തുടങ്ങിയവയിൽ ദൈവനാമങ്ങൾ പ്രിന്റ് ചെയ്യുന്നതിനാണ് വിലക്ക്. സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. ദൈവനാമങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനും അവ അവഹേളിക്കപ്പെടുന്നത് തടയുന്നതിനുമാണ് തീരുമാനം. നേരത്തെ പൊതുസ്ഥാപനങ്ങൾക്ക് പേരിടുമ്പോൾ ദൈവനാമങ്ങൾ ഉപയോഗിക്കുന്നതിനും മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയിരുന്നു. ദൈവനാമങ്ങളുടെ മഹത്വം കാത്തു സൂക്ഷിക്കുക, മതപരമായ വിശ്വാസങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് തീരുമാനം. മീഡിയ 1, റിയാദ്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ചരിത്ര പ്രസിദ്ധമായ ദാരിൻ കൊട്ടാരത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയായി. സൗദി ഹെറിറ്റേജ് കമ്മീഷന് കീഴിലായാണ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. മേഖലയിലെ സുപ്രധാന ചരിത്ര അവശേഷിപ്പുകളിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി. കിഴക്കൻ സൗദിയിലെ ചരിത്രപ്രസിദ്ധമായ ഖത്തീഫ് താറൂത്തിലെ ദരീൻ കൊട്ടാരത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും പുനരുദ്ധാന വികസന പ്രവൃത്തികൾ പൂർത്തിയായി. ഈസ്റ്റേൺ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും സൗദി ഹെറിറ്റേജ് കമ്മീഷന്റെയും സഹകരണത്തോടെയാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. കൊട്ടാരത്തിന്റെ പ്രധാന ചുറ്റുമതിൽ, ഗോപുരങ്ങൾ എന്നിവ പുനർനിർമ്മിച്ചാണ് പുനരുദ്ധാരണം. പുരാതന കിഴക്കൻ സൗദിയുടെ പ്രധാന വ്യാപാര കേന്ദ്രവും തുറമുഖവും സ്ഥിതി ചെയ്തിരുന്ന ഇടം കൂടിയാണ് ഇവിടം.
കേരളത്തിൽ നിന്നുൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള പഴയകാല വ്യാപാരികൾ ഇവിടേക്കാണ് ചരക്കുകൾ എത്തിച്ചിരുന്നത്. ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ദരീൻ കൊട്ടാരത്തെ ഒരു പ്രധാന ചരിത്ര സ്മാരകമായി ഉയർത്തിക്കാട്ടുന്നതിനായാണ് വിവിധ ഘട്ടങ്ങളിലായി വികസന പ്രവൃത്തികൾ നടപ്പിലാക്കിയത്. നൗഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ഈ വർഷം അവസാനത്തോടെ സ്മാർട്ട് ഇലക്ട്രിസിറ്റി മീറ്ററുകൾ സ്ഥാപിക്കൽ പൂർത്തിയാക്കാനൊരുങ്ങി കുവൈത്ത് വൈദ്യുതി ഊർജ്ജ മന്ത്രാലയം. ഊർജ്ജ ഉപഭോഗ നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. വിഷൻ 2035 പ്രകാരമുള്ള സ്മാർട്ട് സിറ്റി വികസനത്തിനും അടിസ്ഥാന സൗകര്യ നവീകരണത്തിനും സ്മാർട്ട് മീറ്ററുകൾ നിർണായകമാണെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കാട് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന അനെക്സ് ഖത്തർ ദോഹയിൽ ഫെൻടെക് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ജനുവരി 19 ഹിൽട്ടൺ ഹോട്ടലിലാണ് പരിപാടി. രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് പ്രവേശനം. ഫിൻടെക്, എനർജി ടെക് മേഖലകളിലെ ഏറ്റവും പുതിയ പ്രവണതകളും നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനവും കോൺക്ലേവ് ചർച്ച ചെയ്യും. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ടെക് ലോകത്തെ പ്രമുഖർ സെഷനുകൾക്ക് നേതൃത്വം നൽകും. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ബിസിനസ് ഉടമകളും മാനേജ്മെന്റ് പ്രതിനിധികളും കോൺക്ലേവിൽ പങ്കെടുക്കും. എനർജി ടെക്കും ഫിൻടെക് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 സബ്ജക്റ്റാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇത് രണ്ടും ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ്, ഇന്നോവേഷൻസ്, ടെക്നോളജി അപ്ഗ്രേഡ്സ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്. ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള IBPC-യുമായി അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ് അനെക്സ് ഖത്തർ. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം ചെയർമാൻ ദിലീപ്, പ്രസിഡന്റ് ലീന, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷാനവാസ്, അനുശ്രീ എന്നിവർ പങ്കെടുത്തു. മീഡിയ 1, ദോഹ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ മുസ്ലിം അസോസിയേഷൻസ് പ്രതിനിധി സംഘം കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപതിയുമായി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, ഇന്ത്യയിലെ മെഡിക്കൽ ഫിറ്റ്നസ് നടപടികളിലെ കാലതാമസം, പുതുതായി എത്തുന്നവർക്ക് കൂടുതൽ ലളിതമായ നടപടിക്രമങ്ങൾ തുടങ്ങിയവ അംബാസിഡറെ ശ്രദ്ധയിൽപ്പെടുത്തി. സിദ്ദീഖ് വലിയകത്ത്, ഇസ്രാർ അഹമ്മദ്, ബഷീർ ബാത്ത, ഡോക്ടർ ഹിദായത്തുള്ള എന്നിവരും പങ്കെടുത്തു. സൗദി അറേബ്യയിൽ ബസ് സർവീസുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന. 8 ലക്ഷത്തിലധികം ആളുകളാണ് സേവനങ്ങൾ ഉപയോഗിച്ചത്. കഴിഞ്ഞ വർഷം അവസാന പാദത്തിലേതാണ് കണക്ക്. സൗദിയിലെ പ്രധാന പൊതുഗതാഗത സംവിധാനമാണ് ബസ് സർവീസുകൾ. പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കീഴിലാണ് സംവിധാനം. സാധാരണക്കാർ യാത്രക്കായി കൂടുതലായും ഉപയോഗിക്കുന്നത് ബസ് സേവനങ്ങളാണ്. നഗരങ്ങൾക്കകത്തും നഗരങ്ങൾ തമ്മിലും ശക്തമായ ബസ് ശൃംഖലയാണ് നിലവിലുള്ളത്. റിയാദ്, ജിദ്ദ, മക്ക, മദീന, ദമാം, അബഹ, തബൂക്ക് തുടങ്ങിയ നഗരങ്ങൾ തമ്മിൽ സർവീസുകളുണ്ട്. ദൂരയാത്രക്കായി നിരവധി പേരാണ് സേവനങ്ങളെ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ വർഷം 4-ാം പാദത്തിൽ മാത്രം രാജ്യത്ത് ബസ് സേവനം ഉപയോഗിച്ചത് 8,84,000-ലധികം യാത്രക്കാരാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ നവംബർ വരെ മാത്രമുള്ള കണക്കുകളാണിത്. ഈ കാലയളവിലാകെ 43,200-ലധികം ബസ് സർവീസുകളാണ് നടത്തിയത്. ഏറ്റവും കൂടുതൽ യാത്രക്കാർ മക്കയിലാണ്. ഇവിടെ 2,59,600 പേരാണ് സർവീസ് ഉപയോഗപ്പെടുത്തിയത്. 1,98,400 യാത്രക്കാരുമായി റിയാദാണ് തൊട്ടുപിറകിൽ. കിഴക്കൻ പ്രവിശ്യ, മദീന, അസീർ എന്നിവിടങ്ങളിലും നിരവധി പേർ സേവനം ഉപയോഗപ്പെടുത്തി. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരവധി സംവിധാനങ്ങളാണ് നിലവിൽ രാജ്യത്ത് നടപ്പാക്കുന്നത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദി വിപണിയിൽ നിന്നും കഴിഞ്ഞ വർഷം 1 കോടിയിലധികം വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി വാണിജ്യ മന്ത്രാലയം. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. 6.5 ലക്ഷം പരാതികളാണ് ഇത്തരത്തിൽ മന്ത്രാലയത്തിന് ലഭിച്ചത്. സൗദിയിൽ വ്യാജ ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി ഘടിപ്പിച്ച് വാണിജ്യ മന്ത്രാലയം. കഴിഞ്ഞ 1 വർഷത്തിനിടെ വിപണിയിൽ നിന്ന് 1 കോടിയിലധികം വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി മന്ത്രാലയം വെളിപ്പെടുത്തി. 2025-ൽ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിലായി 5,64,000-ലധികം പരിശോധനകളാണ് മന്ത്രാലയ ഉദ്യോഗസ്ഥർ നടത്തിയത്. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച 6,47,000-ലധികം പരാതികളിൽ പരിഹാരം കാണുകയും ചെയ്തു. മികച്ച രീതിയിൽ സേവനമനുഷ്ഠിച്ച പരിശോധനാ ഉദ്യോഗസ്ഥരെ വാണിജ്യമന്ത്രി ഡോക്ടർ മാജിദ് അൽ കസബി റിയാദിലെ മന്ത്രാലയ ആസ്ഥാനത്ത് ആദരിച്ചു. വിപണികൾ നിരീക്ഷിക്കുന്നതിലും ഉപഭോക്തൃ സംരക്ഷണ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിലും ഉദ്യോഗസ്ഥർ നടത്തിയ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. നൗഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. മക്കയിൽ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പുതിയ ബസ് റൂട്ടുകൾ ആരംഭിച്ചു. ഹറമിൽ നിന്നും ഹിറ സാംസ്കാരിക കേന്ദ്രത്തിലേക്കാണ് സർവീസ്. തീർത്ഥാടകർക്ക് ഏറെ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. മക്കയിലെ ചരിത്ര സാംസ്കാരിക സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. മക്ക റോയൽ കമ്മീഷന്റെ കീഴിലാണ് പുതിയ സംരംഭം. ആദ്യഘട്ടമായി
ഹിറ സാംസ്കാരിക ഡിസ്ട്രിക്റ്റിലേക്ക് നേരിട്ട് ഹറമിൽ നിന്ന് ബസ് സർവീസ് ആരംഭിച്ചു. ജബലനൂർ പർവ്വതത്തിന് താഴെയാണ് ഹിറ സാംസ്കാരിക കേന്ദ്രം. ഖുർആൻ മ്യൂസിയം, പ്രദർശനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ കേന്ദ്രം മക്കയിലെ പ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടെ നിന്നാണ് ഹിറ ഗുഹ സന്ദർശിക്കുന്നവർക്ക് പ്രവേശനമുള്ളത്. തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങൾ തമ്മിൽ കണക്ടിവിറ്റിക്കായി മക്ക ബസ് മുഴുസമയവും സർവീസുണ്ട്. 400 ബസ്സുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. മക്കയിലെ കൂടുതൽ ചരിത്ര സ്ഥലങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കും. ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്ക് ഏറെ സൗകര്യമൊരുക്കുന്നതാണ് പുതിയ നീക്കം. മീഡിയ 1 മക്ക. റെയിൽവേ ട്രാക്കുകളിൽ അതിക്രമിച്ച് കടക്കരുതെന്ന മുന്നറിയിപ്പുമായി സൗദി അറേബ്യ. 5 ലക്ഷം റിയാൽ വരെ പിഴയും 2 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സൗദി അറേബ്യയിലെ റെയിൽവേ ട്രാക്കുകളിൽ അതിക്രമിച്ചു കടക്കുന്നതിനാണ് വിലക്ക്. 5 ലക്ഷം റിയാൽ വരെ പിഴയും 2 വർഷം വരെ തടവും ശിക്ഷയായി ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സൗദി റെയിൽവേസ് കമ്പനിയുടേതാണ് ഓർമ്മപ്പെടുത്തൽ. റെയിൽവേ ട്രാക്കുകൾ അതിക്രമിച്ചു കടക്കുന്നത് പൊതുമുതലിനും സ്വകാര്യ സ്വത്തിനും നാശനഷ്ടങ്ങൾ വരുത്താൻ കാരണമാകുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. റെയിൽവേ പാതകൾ മുറിച്ചു കടക്കാൻ അനുവദിക്കപ്പെട്ട പ്രത്യേക സ്ഥലങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലുടനീളം സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സേഫ് ഫോർ യു ബോധവൽക്കരണ ക്യാമ്പയിനും അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്ത് സർക്കാരിന്റെ ഏകീകൃത ഡിജിറ്റൽ സേവന ആപ്ലിക്കേഷനായ സഹൽ ആപ്പിന് മികച്ച സേവന ആപ്ലിക്കേഷൻ പുരസ്കാരം ലഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഡിജിറ്റൽ ഗവൺമെന്റ് സേവനങ്ങളിലെ കുവൈത്തിന്റെ മുന്നേറ്റത്തിന് അംഗീകാരമായാണ് പുരസ്കാരം ലഭിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതുവത്സര കാലയളവിൽ കുവൈത്ത് വിമാനത്താവളം വഴി യാത്ര നടത്തിയത് 1,73,000-ലധികം യാത്രക്കാരെന്ന് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുള്ള ഫൗദൽ അൽ റസ്ഹി പറഞ്ഞു. ജനുവരി 1 മുതൽ 3 വരെയുള്ള യാത്രക്കാരുടെ കണക്കാണിത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൂപ്പർ ഫാസ്റ്റ് ഇലക്ട്രിക് കാർ ചാർജിംഗ് കേന്ദ്രം അബുദാബിയിൽ തുറന്നു. എണ്ണക്കമ്പനിയായ അഡ്നോക്കാണ് അബുദാബി ദുബായ് ഹൈവേയിൽ ഒരേ സമയം 60 കാറുകൾ റീചാർജ് ചെയ്യാവുന്ന കേന്ദ്രം തുറന്നത്. അബുദാബി, ദുബായ് നഗരങ്ങൾക്കിടയിലെ ദീർഘദൂര യാത്രയിൽ ഇലക്ട്രിക് വാഹനത്തിന്റെ ചാർജ് തീരുമോ എന്ന ഡ്രൈവർമാരുടെ ആശങ്കയ്ക്ക് പരിഹാരമായാണ് അഡ്നോക്ക് ഈ കേന്ദ്രത്തിന് തുടക്കമിട്ടത്. അബുദാബിക്കും ദുബായ്ക്കുമിടയിലെ E11 ഹൈവേയിൽ സാഹിദ് ഷുഐബിലാണ് ഈ മെഗാ ചാർജിംഗ് ഹബ്ബ്. ലോകത്തിലെ തന്നെ 6ാമത്തെ വലിയ ഇലക്ട്രിക് കാർ ചാർജിംഗ് ഹബ്ബാണിത്. മിഡിൽ ഈസ്റ്റ് അറബ് മേഖലയിലെ ഏറ്റവും വലിയ കേന്ദ്രം. ഒരേ സമയം 60 വാഹനങ്ങൾ ഇവിടെ റീചാർജ് ചെയ്യാം. 20 മിനിറ്റിൽ 80% വരെ ചാർജിംഗ് സാധ്യമാക്കുന്ന വിധം ഫാസ്റ്റാണ് ഇവിടുത്തെ ചാർജറുകൾ. അടുത്ത വർഷത്തിനകം 20 EV ചാർജിംഗ് ഹബ്ബുകൾ തുറക്കാനുള്ള ഒരുക്കത്തിലാണ് അഡ്നോക്ക്. ഇതിൽ 15 ഈ വർഷം തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. മീഡിയ 1, അബുദാബി. ഒമാനിലെ ഓൺലൈൻ ഭക്ഷണ വിതരണ വിപണിയിൽ വൻ മുന്നേറ്റം. വിപണി മൂല്യം പ്രതിവർഷം 100 മില്യൺ റിയാലെന്ന് ഗതാഗത മന്ത്രി സയ്യിദ് അൽ മവാലി പറഞ്ഞു. ഓരോ 200 വാഹനങ്ങൾക്കും 20 ഒമാനികൾക്ക് തൊഴിൽ നൽകണമെന്ന് നിർബന്ധമാക്കി മന്ത്രാലയം 2000 മോട്ടോർ സൈക്കിളുകൾക്കാണ് ലൈസൻസ് നൽകിയിട്ടുള്ളത്. സുൽത്താനിലെ ഓൺലൈൻ ഭക്ഷണ വിതരണി വിപണി മൂല്യം പ്രതിവർഷം 100 ദശലക്ഷം റിയാലിൽ കൂടുതലാണെന്ന് ഗതാഗത മന്ത്രി സയ്യിദ് അൽ മവാലി പറഞ്ഞു. മസ്കറ്റ് ഗവർണറിൽ മാത്രം ഏകദേശം 6000 ഡെലിവറി സേവന തൊഴിലാളികളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓൺലൈൻ ഭക്ഷണ വിതരണത്തിൽ മാസങ്ങൾക്ക് മുമ്പുണ്ടായ തടസ്സം മേഖലയിലുടനീളം ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. 9 അംഗീകൃത ഇടനില സേവനദാതാക്കൾക്ക് ലൈസൻസുകൾ നൽകിക്കൊണ്ടാണ് അധികാരികൾ നിയന്ത്രണ ചട്ടക്കൂട് പുനഃക്രമീകരിച്ചത്. പുതിയ മാതൃകയിൽ ഈ കമ്പനികൾ പ്ലാറ്റ്ഫോമുകൾക്ക് പകരം ഡെലിവറി പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 2000 മോട്ടോർ സൈക്കിളുകൾക്ക് മന്ത്രാലയം പെർമിറ്റുകൾ നൽകിയിട്ടുണ്ട്. ലൈസൻസുള്ള ഓരോ 200 മോട്ടോർ സൈക്കിളിനും 20 ഒമാനികളെ നിയമിക്കണമെന്ന നിബന്ധന അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒമാനി ഉടമസ്ഥയിലുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണക്കുന്നതിനും ഈ സമീപനം സഹായിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1, മസ്കത്ത്. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ പോലീസ് കോളേജ് ബിരുദദാന ആഘോഷം ജനുവരി 21 സൽവ റോഡിലെ പോലീസ് കോളേജ് സമുച്ചയത്തിൽ രാവിലെ 8 മുതലാണ് പരിപാടി. കോളേജിന്റെ 8ാം ഗ്രാജുവേഷൻ സെറമണിയാണിത്. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുക്കും. 15ാമത് ഒമാൻ നാഷണൽ സാഹിത്യോത്സവത്തിൽ മസ്കറ്റ് സോൺ ജേതാക്കളായി. സീബ്, ബൌഷർ സോണുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. أحمد المصطفى سيد
കലാലയം സാംസ്കാരിക വേദി 15ാമത് ഒമാൻ നാഷണൽ സാഹിത്യോത്സവം ബൗഷറിൽ പ്രൗഢമായി സമാപിച്ചു. 61 മത്സര ഇനങ്ങളിലായി 11 സോണുകൾ മാറ്റുരച്ചു. മസ്കറ്റ്, സീബ്, ബൗഷർ സോണുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വിവിധ സോണുകളിൽ നിന്നായി 400-ലധികം പ്രതിഭകളാണ് സാഹിത്യോത്സവിൽ മാറ്റുരച്ചത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായി ഇത് സമാപിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിഭകൾ രൂപീകരിക്കപ്പെടുന്നു. അതോടുകൂടെ വ്യത്യസ്തമായ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന കുറേ കൂട്ടുകാരെ കൂടെ, ചെറുപ്പക്കാരെ കൂടെ ഇതിൻ്റെ ഭാഗമായി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. യൂണിറ്റ്, സെക്ടർ, സോൺ തലങ്ങളിൽ വേരിറങ്ങിയ വിത്തുകൾ എന്നതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. നാഷണൽ സാഹിത്യോത്സവത്തിൻ്റെ പ്രമേയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രഗതിയിലേക്ക് പ്രയാണം എന്നതാണ്. മനുഷ്യന്റെ ഉന്നതിയിലേക്കുള്ള യാത്രയെയാണ് സാഹിത്യോത്സവം അഡ്രസ് ചെയ്യുന്നത്. കലാപ്രതിഭയായി റെയ്ഹാൻ അൻസാരി സലാല, സർഗപ്രതിഭയായി ആബിദ് കുനിയാസീബ്, ഷർത്തജ ഷഹദിയ ബർക്ക എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. സാംസ്കാരിക സമ്മേളനം കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SYS കേരള ഉപാധ്യക്ഷൻ അബ്ദുൽ അലി സഖാഫി കടലുണ്ടി സാഹിത്യ പ്രഭാഷണം നടത്തി. അബ്ദുൽ ഹമീദ് ആദം അൽ ഷെയ്ഖ്, മുസ്തഫ കാമിൽ സഖാഫി, ഇക്ബാൽ ബർക്ക, NO ഉമ്മൻ എന്നിവർ സംസാരിച്ചു. 16ാമത് എഡിഷൻ സാഹിത്യോത്സവിന് സോഹർ സോണിൽ വേദിയൊരുങ്ങുമെന്നും സംഘാടകർ അറിയിച്ചു. മീഡിയ 1, മസ്കത്ത്. UAE-യിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ അൽമദീന ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ വിന്റർ ഡ്രീംസ് പ്രൊമോഷൻ പുരോഗമിക്കുന്നു. 1 വർഷത്തേക്കുള്ള വീട്ടുവാടക, SUV കാറുകൾ, 1 വർഷത്തെ സ്കൂൾ ഫീസ് തുടങ്ങി ആകർഷകമായ സമ്മാനങ്ങളാണ് പ്രൊമോഷന്റെ ഭാഗമായി നൽകുന്നത്. ഇത് 5ാം തവണയാണ് അൽമദീന ഗ്രൂപ്പ് ഉപഭോക്താക്കൾക്കായി വിന്റർ ഡ്രീംസ് പ്രൊമോഷൻ സംഘടിപ്പിക്കുന്നത്. ദുബായ്, ഷാർജ, അജ്മാൻ എമിറേറ്റുകളിലെ അൽമദീന മാംഗോ ഔട്ട്ലെറ്റുകളിൽ 2026 ഫെബ്രുവരി 1 വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. നവംബർ 1 ആരംഭിച്ച ക്യാമ്പയിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ ആഴ്ചതോറുമാണ് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത്. വെറും 1 ദിറംസ് നിങ്ങൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യു ക്യാൻ ബി പാർട്ട് ഓഫ് ദിസ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ആൻഡ് യു വിൻ ദ ഡ്രീം പ്രൈസസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കോർത്തിണക്കിയിരിക്കുന്ന പ്രൈസസ് തന്നെ എല്ലാവരും ഡ്രീം ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസസ് ആണ്. അതും എല്ലാ ആഴ്ചയും. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഹാവ് ടു വെയിറ്റ് ഫോർ 3 months or 2 months. എല്ലാ ആഴ്ചയും യു ഗെറ്റ് ദ റിസൾട്ട്സ്. ഇതിനൊക്കെ പുറമെ ഏറ്റവും നല്ല പ്രൈസിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും നമ്മൾ റെഗുലറായിട്ട് റൺ ചെയ്യുന്നതാണ്. സോ അതന്നെയാണ് നമ്മളൊരു വിജയം. 1 വർഷത്തേക്കുള്ള വീടിന്റെ വാടക തുകയാണ് മെഗാ പ്രൈസ്. 12 ഹവൽ ജോലിയോൺ പ്രോ SUV കാറുകളും, 12 പേർക്ക് 1 വർഷത്തേക്കുള്ള സ്കൂൾ ഫീസും, 12 പേർക്ക് ഡ്രീം ദുബായ് സന്ദർശനവും, 12 പേർക്ക് ഇന്റർനാഷണൽ ടൂർ പാക്കേജും, കൂടാതെ 60 പേർക്ക് 1 മാസത്തേക്കുള്ള ഷോപ്പിംഗ് വൗച്ചറുകൾ അടക്കം നിരവധി സമ്മാനങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായുണ്ട്. മീഡിയ 1, ദുബായ്.